ഹായ് ഗായ്സ്, ഞാനുണ്ടല്ലോ ഒരു പ്രോഗ്രാമിന് പോയാണ്. നമ്മളിവിടെ തന്നെ കണ്ണൂർ ഒരു പ്രോഗ്രാം രാത്രി ആട്ടാ. ഇപ്പോൾ സമയം 4:53. ഇതാ 4:54 അപ്പോൾ 5 മണിയായി. എനിക്ക് 6 മണിയാകുമ്പോൾ കണ്ണൂർ എത്തണം കേട്ടോ. അപ്പോൾ ഇന്ന് പ്രോഗ്രാം ഓക്കെ. പിന്നെ പ്രോഗ്രാം വീഡിയോസ് എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, ഞാൻ പറയില്ലേ. എല്ലാ വീഡിയോയിലും പ്രോഗ്രാമിന് വന്ന വീഡിയോസിലെല്ലാം പറയലുണ്ട്, എടുക്കാൻ പറ്റുന്ന പോലെ എടുക്കാം കേട്ടോ. ഓക്കെ, കാര്യം എല്ലാ പാട്ട് പാടുന്നതും നമുക്ക് എന്താ പറയുക ഇടാൻ കഴിയില്ല. ഓക്കെ, അതുകൊണ്ട് ചെറിയ പീസായിട്ടുള്ള നമുക്ക് നോക്കിയിട്ട് ചെയ്യാം, പീസായിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയ കേട്ടോ. 6 മണിയാകുമ്പോൾ എത്തണം. 6:00 പരിപാടി തുടങ്ങണം. കല്യാണമാണ്, റിസപ്ഷൻ. എന്താ സ്ഥിതി എന്ന് അവിടെ എത്തിയാലേ അറിയുള്ളൂ. അവനാ വീഡിയോ ലൈക്കണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് വന്ന് എനാബിൾ ചെയ്യാൻ മറക്കതിപ്പോൾ തന്നെ ചെയ്യട്ടാ. പൊളിക്കാം നമുക്ക്. ഓക്കെ, ഞാനിന്ന് ഈ ചെറിയൊരു ബാഗ് എടുക്കുന്നില്ല കേട്ടോ. ഓക്കെ, ഇതിൽ ഒരു ഡയറി ഉണ്ട്, ചെറിയ ഒരു നോട്ട്. പിന്നെ നമ്മുടെ എന്താ പറയുക 2-3 മാലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചായ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം വൈകിട്ട് 5 മണിയായില്ലേ, അപ്പോൾ ചായ കുടിച്ചിട്ട് പോവാം. അല്ലെങ്കിൽ പിന്നെ അടങ്കും നിർത്തിയിട്ട് കുടിക്കേണ്ടി വരും. എനക്കുണ്ടല്ലോ വൈകിട്ടത്തെ ചായ നിർബന്ധം. രാവിലെയും 2 ചായ ദിവസം നിർബന്ധമാണ്. കുറഞ്ഞത് 2 ചായ ഇത്രയേ കുടിക്കുള്ളൂ. 2 ചായ ഇടയ്ക്ക് രാത്രി ഒന്ന് കുടിക്കും, വല്ലപ്പോഴും ഇടയ്ക്ക്. രാവിലെയും വൈകിട്ടും നിർബന്ധം. ഇതെന്താണ്, ചായയും ഒരു മസാല പെന്നുണ്ട്. ചായ കുടിക്കട്ടെ. മസാല നോക്കട്ടെ. ഫുള്ളൊന്നും തോന്നില്ല, കഷ്ണേ അതൊന്നുമില്ല കേട്ടോ, ചെറിയ കഷ്ണം. നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ കഷ്ണം തിന്നാന്ന് വിചാരിച്ചേ. അത് ഫുൾ തിന്നു, ചെറിയ കഷ്ണം കേട്ടോ. നല്ല രസമുണ്ട്. ഇറങ്ങാം. പിന്നെ ക്യാപ്പും ഒരു ടീഷർട്ടും എടുത്തിട്ടുണ്ട്. അതിന് വലിയ ബാഗ് ഉണ്ടെങ്കിൽ എടുക്കണം, പക്ഷെ വലിയ ബാഗെല്ലാം അലമാറിയിലുള്ള. പുതിയ 2-3 ബാഗുണ്ട്, പക്ഷെ ഞാൻ എന്താ പറയുക, ഒരു ബാഗ് ആ ഒരു വട്ടമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് അലമാറിയിൽ നിന്ന് എടുക്കണം. വേണ്ട, ഏതായാലും നമുക്കേതായാലും നമ്മളെ വണ്ടീൻ്റെ ഇതില്ലേ, എന്താ പറയുക, സീറ്റിൻ്റെ ഉള്ളിൽ സ്പേസ് ഉണ്ടല്ലോ, അവിടെ വെക്കാം. ഓക്കെ, പിന്നെ ചെറിയ ബാഗ് എടുക്കുന്നുണ്ട്, അതിലെന്തായാലും കയറില്ല. ചെറിയ ബാഗിൽ കയറില്ല, അതിൽ ഡയറിയും കാര്യങ്ങളൊക്കെ ഇല്ല, ഇതിലെന്തായാലും കയറില്ല. ഇതിലിതാ ചെറിയൊരു നോട്ട് വെച്ചിന്. അതിപ്പോൾ തൽക്കാലത്തേക്കൊന്ന് മിന്നാന്ന് ഞാൻ നോട്ട് ഒന്ന് സെറ്റാക്കിയത്. ഇത് നമ്മളെ സ്പെക്സ്, ക്യാപ്പ്. പിന്നെ ഈ ക്യാപ്പും ഞാൻ വെച്ചിന്. ഇത് ഈ ടീഷർട്ടിന് മാച്ചായിട്ടുള്ള ക്യാപ്പാണ്, അതുകൊണ്ട് വെച്ചത്. പിന്നെ കുറച്ച് ഓക്കെ. അപ്പോൾ ഇതിലുള്ള എന്തായാലും അത് കയറില്ല, ഏതായാലും നമുക്ക് വേറെ തന്നെ വണ്ടിയിൽ വെക്കാം. ഓക്കെ, ഈ ടീഷർട്ടിൻ്റെ ഗുണമെന്ന് അറിയാം, ഇതിൻ്റെ ഉള്ളിൽ മറ്റേ പഞ്ഞാണ്, കുഡീസ് കണ്ടോ. രാത്രി വരുമ്പോൾ തണുപ്പുണ്ടെങ്കിൽ അകിട്ട നല്ല സുഖത്തിൽ ഇങ്ങനെ വരാം. ഫുൾ കൈയാണ്, ക്യാപ്പ് കൊണ്ട് വേണമെങ്കിൽ ക്യാപ്പ് ഇട്ടിട്ട് ഹെൽമെറ്റിൽ ഇട്ടാൽ ഒന്നും അറിയില്ല, അടിപൊളിയായിട്ട് വരാം. അപ്പോൾ ഗൈസ് പോവാ. ഇതാരും എടുക്കല് സീറ്റിൽ വെക്കട്ടെ, ഫുൾ കാരി. അത് ഈ ബാഗ് വെക്കട്ടെ. ഗൈസ് കുറച്ച് സ്പീഡിൽ വേണ്ടി വരും കേട്ടോ, കാരണം 1 മണിക്കൂറേ ഉള്ളൂ ടൈം. ഇതിൽ 4:59. 1 മണിക്കൂർ കൊണ്ട് എനിക്ക് കണ്ണൂരിൽ നിന്നും കുറച്ച് പോകാനുണ്ട്. കണ്ണൂരൊക്കെ 3/4 മണിക്കൂർ ഓട്ടം ഉണ്ടാവും. കണ്ണൂരിൽ നിന്നും കുറച്ച് പോകാനുണ്ട്. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് എനിക്ക് ശരിക്കും എത്തണം. അപ്പോൾ പോട്ടാ, നേരെ വിടാം. ഓക്കെ, ഞാൻ കുറച്ച് ചാടിച്ച് വിടും കേട്ടോ. കറക്റ്റ് സ്പീഡിൽ, ഓവർ സ്പീഡൊന്നും ആക്കൂല, കറക്റ്റ് സ്പീഡിൽ കേട്ടോ. ഓക്കെ ഗായ്സ്, ഞാൻ പറഞ്ഞില്ലേ ബ്ലോക്ക് തുടങ്ങി. ഇതാ വളോട്ടണം പാലം ഭയങ്കര ബ്ലോക്കാണ്. ഇതങ്ങ് പുതിയൊരു അങ്ങ് വരെ ഉണ്ടാവും. ഈ ബ്ലോക്ക് അങ്ങ് എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ കണ്ണൂർ വരെ ഉണ്ടാവും എന്ന് പറയാം. നമ്മുടെ സെൻട്രൽ ജയിലെല്ലാം കഴിഞ്ഞ് അങ്ങനത്തോളം ഉണ്ടാവും ഈ ബ്ലോക്ക്. മെയിനായിട്ട് പുതിയൊരു എന്താ വളോട്ടണം പാലമായത് കയറാൻ പറ്റുന്നില്ല. ഗായ്സ് ഇതാ പുതിയൊരു ഫുൾ ബ്ലോക്ക്. ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോവുക, എന്താ ചെയ്യുക, നല്ല ബ്ലോക്കാണ്. മെല്ലെ ഇങ്ങനെ പോകാൻ മതി. ഇതാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ. നമ്മളെ പുതിയൊരു എന്ന് മാറും ഈ ദുരിതം, എന്ന് മാറും. ഇതാണ് ഇവിടുത്തെ പ്രശ്നം.
ഫുൾ ബ്ലോക്ക്. ഇവിടെ എപ്പോഴും ബ്ലോക്കാണ്. ഇതുവഴി പോകുമ്പോൾ എപ്പോഴും ബ്ലോക്കിൽ പെടും. ഇതിലോട്ട് പോയവരെല്ലാം ബ്ലോക്കിൽ പെട്ടിട്ടുണ്ടാവും. പിന്നെ വല്ല ഹർത്താലാറ്റം വരണം, പിന്നെ ബ്ലോക്ക് ഉണ്ടാവില്ല. ഇവിടെ എപ്പോഴും ബ്ലോക്കാണ്. ഇതൊരു ആംബുലൻസ് എല്ലാം വരുമ്പോൾ പെടല്. മെല്ലെ മെല്ലെ ഇങ്ങനെ പോകാന്നുണ്ട് കേട്ടോ. ഇതേ ട്രെയിൻ പോകുന്നു. അപ്പോൾ റെയിൽവേ ഗേറ്റിന് കുടുങ്ങിയിട്ടുള്ള റെയിൽവേ ഗേറ്റിന് കുടുങ്ങിയിട്ടുള്ള ഇത് താഴേച്ച് പോവാം കേട്ടോ. താഴേച്ച് പോവാം. ഇപ്പോൾ സമയം 6:06 കേട്ടോ, 6:07. താഴേച്ച് പോവാം. അപ്പോൾ അത് കൂത്തുപറമ്പെല്ലാം പോകുന്ന റോഡ്, തലശ്ശേരി കൂത്തുപറമ്പ് അതുവഴി പോവാം. അപ്പോൾ എനിക്ക് ഇപ്പറാണ് പോകേണ്ടത്, ഇതുവഴി പോകാം. ട്രെയിൻ എല്ലാം ഉരുട്ടിക്കൊണ്ടല്ലേ പോകുന്നു. എല്ലാം ഗൈറ്റ് തുറന്നാട്ടോ. പക്ഷേ ഞാൻ ഇവിടെ നിൽക്കുന്നു കേട്ടോ. അവരിവിടെ വരിക. പ്രോഗ്രാം എടുത്ത ആൾ, പ്രോഗ്രാം കോർഡിനേറ്റർ, പ്രോഗ്രാം എടുത്ത ആൾ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ വരാം കേട്ടോ. നമുക്ക് ഏതായാലും അപ്പുറം കിടക്കണ്ട. ഇതാ വണ്ടിയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ അങ്ങോട്ട് ചൈന പടക്കമുണ്ട്. ചൈന പടക്കം. ചൈന പടക്കത്തിന് അവിടെ നിൽക്കാനാണ് പറഞ്ഞത്. പടക്കക്കമ്മിന് ഇവിടുന്ന് പോക്കാം കേട്ടോ. അവരെത്തി. അത് പോവാ. ഈ റെയിൽ കടന്നിട്ട് തന്നെ പോകേണ്ടത്. ഓക്കെ. അയ്യോ അയ്യോ, വെയിറ്റ് നടക്കുന്നോ? കറക്റ്റ് ടൈം കേട്ടോ. എൻ്റെ മോനെ റെയിൽവേ കടന്നു കഴിഞ്ഞാൽ അങ്ങനെ റെയിൽ കടന്നു. ആഴ്ച അങ്ങനെ ഇവിടെ എത്തി കേട്ടോ. പ്രോഗ്രാമിനെത്തി. കല്യാണം വീട്. ഒരു ഹായ് പറഞ്ഞേ. അപ്പോൾ ടെസ്റ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ പരിപാടി തുടങ്ങും. ഓക്കെ. വീണ്ടൊരു സോങ് കാണാൻ പോവുകയാണ്. അഷ്റഫിൻ്റെ സോങ് കേൾക്കാം. സ്റ്റാർട്ട്. Thank you.
ഗായ്സ് അങ്ങനെ പരിപാടി കഴിഞ്ഞാട്ടാ. ലാസ്റ്റ് ചെയിൻ സോങ്ങോട് കൂടി നമ്മുടെ പരിപാടി അവസാനിച്ചിരിക്കുകയാണ്. ഇതിൽ ബ്രോ പൊളിച്ചില്ലേ? ഓ പരിപാടി കഴിഞ്ഞ് ഇനി ഫുഡ് അടി. നമ്മളെ പ്രോഗ്രാം കോർഡിനേറ്ററാണ്. അടിപൊളി പരിപാടി. അപ്പോൾ പേര് വിളമ്പി, അച്ചാറ് വിളമ്പി. ഹായ് ബ്രോ. വെരി ബിരിയാണി. നമ്മളൊരു സബ്സ്ക്രൈബറാണ്. ക്യാമറയിൽ വരാൻ താല്പര്യമില്ല. അതാ ക്യാമറയിൽ വരാൻ താല്പര്യമില്ല. വീഡിയോ ആണല്ലോ. ആ വീഡിയോ ആണല്ലോ. അപ്പോൾ ഇവിടുന്ന് പരിചയപ്പെട്ടു കേട്ടാ. വീഡിയോ ആണല്ലോ. തുടങ്ങണല്ലേ? അടി ഇവിടെ തുടങ്ങിയല്ലേ? മോശമില്ല കേട്ടോ. ബിരിയാണി ചേട്ടാ. പിന്നീടല്ലോ നമ്മളെ വിനോദത്തിന് ഹോട്ടലുണ്ട് കേട്ടോ, റെസ്റ്റോറൻറ്റ് അല്ലേ? അപ്പോൾ അവിടുത്തെ വിഭവങ്ങൾ കാണിച്ച് കൊതിപ്പിച്ചേട്ടാ. സാധനം കാണിച്ചാൽ കുറച്ച് കാണിച്ചെന്ന്. അപ്പോൾ ഒരു ദിവസം പോയിട്ട് നമ്മൾ പൊളിക്കുന്നുണ്ട്. നീ ഉണ്ടോ? നീ വരുന്നാ? ആ ഇത് ഓരോ ദിവസം അല്ലേ? ഓരോ ദിവസം വെറൈറ്റി ആയിട്ട് 10 ഐറ്റം ഉണ്ടാവും. ചിക്കൻ ബിരിയാണി ഉണ്ടാവും, മട്ടൻ ബിരിയാണി ഉണ്ടാവും, ഫിഷ് ബിരിയാണി ഉണ്ടാവും, ചെമ്മീൻ ബിരിയാണി ഉണ്ടാവും. പിന്നെ ഫിഷ് ഫ്രൈ അങ്ങനത്തെ എല്ലാം ഉണ്ടാവും. ഫിഷ് ഫ്രൈ ഉണ്ടാവും, അയക്കൂർ ഉണ്ടാവും, ആഗോലി ഉണ്ടാവും, ചെമ്മീൻ ഉണ്ടാവും, മത്തി ഉണ്ടാവും, അയില ഉണ്ടാവും. ഓരോ ഫോട്ടോ ഇങ്ങനെ കാണിച്ചു തരാം. ഓരോ ദിവസത്തെ സ്പെഷ്യൽ. മക്കളെ നമ്മ പോയിരിക്കും അല്ലേ? ഗായ്സ് അപ്പോൾ പോയാന്ന്. അപ്പോൾ കാണാം വീണ്ടും സന്ധിക്കും വരെ. പോടാ ഗായ്സ്. അപ്പോൾ പോയാന്നേട്ടാ. ഗായ്സ് അങ്ങനെ ഞാൻ കണ്ണൂർ കാൾടെക്സിനവിടെ എത്തിയേട്ടാ. ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുള്ളത്. ബാക്കിൽ മിന്ന് കണ്ടില്ല? മിന്ന് നല്ലോണം എന്താ പറയുക, മിന്നടിക്കുന്നുണ്ട്, മിന്നെറിയുന്നുണ്ട്. ആ മിന്നെറിയൽ എന്ന് പറയാം. മിന്നെറിയുന്നുണ്ട്. മഴ പെയ്യുമെന്നറിയില്ല. ഇവിടെല്ലാം മഴ പോയി ചെറുതായിട്ട് പൊടിഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ പ്രോഗ്രാമിൻ്റെ അടുത്ത് മഴ പെയ്തിന് കേട്ടോ, ചെറുതായിട്ട്. റോഡെല്ലാം ചെറുതായിട്ട് നന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ പ്രോഗ്രാമിൻ്റെ കല്യാണ വീട്ടിലായതുകൊണ്ടൊന്നും മനസ്സിലായിട്ടില്ല. പിന്നെ സൗണ്ടെല്ലാം കണ്ട, സൗണ്ട് ഡിമ്മായിട്ടായില്ലേ. അപ്പോൾ ഇവിടുത്തെ ആംബിയൻസ് കാണിച്ചു തരാം. അവളെ KSRTC സ്റ്റാൻഡ്, ഇതാണ് KSRTC സ്റ്റാൻഡ് കേട്ടോ. ബസ്സെല്ലാം വരി ആയിട്ട് വെച്ചിട്ടുണ്ട്. വീടിങ്ങനെ ചായൻ്റെ അത് KSRTC ബസ് ചായക്കടയാക്കിയതാ. ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് ഇതെല്ലാം. മുമ്പെല്ലാം ഒരു ടൈമിന് ഇവിടുന്ന് ചായ കുടിക്കലുണ്ട് കേട്ടോ. പ്രോഗ്രാം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇവിടുന്ന് സൈഡാക്കും. എന്നിട്ട് ഇവിടുന്ന് ഗ്ലാസ് ചായനെ കുടിച്ച് മെല്ലെ പോകും. ചായ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ വേഗം പോകും. പിന്നീട് എന്തിനൊക്കെ. അപ്പോൾ ഇവിടുന്ന് ഞാൻ കൂടുതലും കുടിക്കലില്ല. മിൽമൻ്റെ ബൂത്ത് കണ്ട, മിൽമൻ്റെ ചായക്കട. ഇവിടെ അരിയുണ്ട കിട്ടും. ഞാൻ അരിയുണ്ടിയും ചായ കുടിക്കല്. ഇടയ്ക്ക് മുട്ട പൊങ്ങിയതുണ്ടാവും, കോഴിമുട്ട പൊങ്ങിയതുണ്ടാവും, അല്ലെങ്കിൽ അരിയുണ്ടിയും ചായ. ഇപ്പം അരിയുണ്ട ഉണ്ട്. നോക്കട്ടെ എന്തായാലും ഒരു ഗ്ലാസ് ചായക്കോ കാപ്പിക്കാരൻ പറയാം. കാപ്പിക്കോ പറയാം കേട്ടോ. കാപ്പി കുടിക്കാം. കേട്ടോ ഒരു കാപ്പിയൊക്കെ ഇട്ട്. ഒരു അരിയുണ്ടുണ്ടോ? അരിയുണ്ടോട്ട് ഒരു കാപ്പി കുടിക്കാം. സൗണ്ടെല്ലാം അടഞ്ഞിട്ടില്ല. ഞാൻ മുട്ട പൊങ്ങിയത്. നമുക്ക് അരിയുണ്ടാവും. അരിയുണ്ട ചെറുതായ പോലെ. ചെറുതായിനോ? കുറച്ച് ചെറുതായി. കാരണം കുറച്ച് മുമ്പ് ഇത്രയല്ല. പൈസ കൂട്ടാൻ പറ്റാത്തതുകൊണ്ട് കുറച്ചല്ലേ. മുമ്പ് കുറച്ച് വലുതായിരുന്നു കേട്ടോ. നല്ല വലുതായിരുന്നു. ഇപ്പം നല്ലോണം ചെറുതായി. അരിയുണ്ട ചെറുതായി. സൗണ്ട് പോയിട്ടല്ലേ പരിപാടിപ്പോയുണ്ട്. കാപ്പി ഷോട്ടെ. ഗായ്സ് കാപ്പി പോരാട്ടാ. കുറച്ച് വെള്ളം പോലെ ഉണ്ട്. ഞാൻ ആ അരിയുണ്ട തിന്നുകൊണ്ട് എനിക്ക് ആദ്യം മനസ്സിലായിട്ടില്ല കാപ്പിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഈ അരിയുണ്ടൻ്റെ ഇത് പോയതിന് ശേഷമാണ് കാപ്പിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുന്നത്. നന്ന ലൂസാണ് കണ്ട, നന്ന ലൂസ്. എന്താ സൗണ്ടില്ല കേട്ടോ. കാരണം എന്താ പറയുക, ഇന്ന് 3 മണിക്കൂറായിട്ട് പ്രോഗ്രാം നടന്നു. 7:30 മണിക്ക് തുടങ്ങിയതാ. 10:45 തീരുന്നു. 3.5 മണിക്കൂറിലധികം പ്രോഗ്രാം ചെയ്തു. സൗണ്ട് കംപ്ലീറ്റ്
എന്താ പറയുക, ഫുള്ള് ഫാസ്റ്റാണ് പാടൽ. ഫാസ്റ്റ് സോങ് ഫസ്റ്റ് കുറച്ച് മെലഡി പോവും, പിന്നെ കംപ്ലീറ്റ് ഫാസ്റ്റിലേക്ക് പോകും. അപ്പോൾ ഫാസ്റ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, കുറേ നിർത്താണ്ട് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് പാടേണ്ടി വരും. അടുപ്പിച്ചടുപ്പിച്ച് പാടുമ്പോൾ സൗണ്ട് ഇപ്പോൾ പാടി കഴിയുമ്പോഴത്തേക്ക് സൗണ്ട് പോകും. കണ്ട ഇപ്പോൾ സൗണ്ട് ഡിമ്മായിട്ടല്ല. പിന്നെ നല്ലൊരു ഉറക്കെല്ലാം ഉറങ്ങി എന്നാലേ സെറ്റാവുള്ളൂ. നല്ലൊരു ഉറക്കെല്ലാം ഉറങ്ങി കഴിയുമ്പോഴത്തേക്ക് സെറ്റാവും. നാളെ എന്താ സീനെന്നറിയാം, ഈ ഓവർ ടൈം ചെയ്താൽ, ഈ ഓവർ ടൈം പ്രോഗ്രാം ചെയ്താലേ നാളെ ഇപ്പോൾ ഒരു പ്രോഗ്രാം വന്നതിന് നമുക്ക് പ്രോഗ്രാമിന് പാടാൻ കഴിയില്ല, പ്രോഗ്രാം എടുക്കാൻ കഴിയില്ല. അതായത് പ്രോഗ്രാമിന് പാടാൻ കഴിയില്ല. നിങ്ങൾ ബാക്കിൽ മിന്നറിയുന്നതാണെന്നുണ്ടോ, അതാ പോയി. അപ്പോൾ കൂടുതൽ ടൈം നമ്മളൊരു 2 മണിക്കൂറേ പ്രോഗ്രാം ശരിക്കും ചെയ്യേണ്ടി. നോർമലി അങ്ങനെ ചെയ്യലല്ലാറും 2 മണിക്കൂർ പ്രോഗ്രാം. പക്ഷെ അത് ഓവർ ടൈം ആകുമ്പോൾ ഒരു 3 മണിക്കൂറെല്ലാം കൊണ്ടുപോകുമ്പോൾ ഇത് നമ്മളെ പ്രോഗ്രാം എടുക്കുന്നവരെ കസിൻ്റെ തന്നെ കല്യാണം, അവരെ കുടുംബത്തിലുള്ള കല്യാണം. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ നിന്നത്. അല്ലെങ്കിൽ 2 മണിക്കൂറേ പ്രോഗ്രാം കൊണ്ടുപോകുള്ളൂ. പക്ഷെ അതുകൊണ്ട് എന്തായെന്നറിയാം, സൗണ്ട് ഡിമ്മായി, ഫുൾ സൗണ്ട് ഡൗൺ ആവും. ഞങ്ങൾ കേൾക്കുന്നില്ലേ, അതുകൊണ്ടാണ് മെല്ലെ കേട്ടാ. ഞാൻ കുറച്ച് എന്താ പറയുക, നോർമൽ സംസാരിക്കുന്ന പോലെ തന്നെ സംസാരിക്കുന്നു, പക്ഷേ സൗണ്ട് ഡിമ്മായോണ്ടാണ്. അപ്പോൾ കാപ്പി കുടിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോക്കേ കേട്ടാ. കാപ്പി ഞാൻ പറയില്ല, ലൂസ് അത്രേ ഉള്ളൂ, വേറെ പ്രശ്നം. എത്ര കേട്ടോ, ഒരു കാപ്പിയോ ഒരു ഉണ്ട് 25 പേയ്മെൻറ്റ് ചെയ്യട്ടെ ഗായ്സ്. അപ്പോൾ ഇവിടുന്ന് പോയേട്ടാ. അവനാ വീഡിയോ തന്നെ പോയാ നെക്സ്റ്റ് കാണാം. അപ്പോൾ തരെ ബൈ ബൈ. നല്ല മിന്നു വരുന്നുണ്ട്, നാട് പിടിക്കട്ടെട്ടാ. ഓക്കെ, ഇപ്പോൾ ഇടിയും കൂടെ വന്ന് മഴയും കൂടെ പെയ്താൽ പണിയാവും. ഇന്നലെ രാത്രി മഴ പെയ്തിനി. ഇന്നലെ രാത്രി 1 മണി 1:30 മണിക്ക് ആ സമയത്ത് മഴയുണ്ട്. പായരാക്ക് നട്ടപ്പായരാക്ക് മഴ പെയ്തിനി ഇന്നലെ രാത്രി. ഇന്നും മഴ പെയ്തിനൊക്കെ പണി കിട്ടും. അതുകൊണ്ട് വേഗം വീട് പിടിക്കട്ടെ. ഓക്കെ, അപ്പം ബൈ ബൈ.